ഹലോ ഗൈസ്, അപ്പം നോണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റിസോഴ്സസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് മാറ്റട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു വീടുണ്ടാക്കാൻ പോവാണ്. പഴയ പ്ലാൻ മാറ്റി ഗൈസ്. ഇവിടെ നമ്മൾ ഡേറ്റ് വെച്ച് നിറയ്ക്കും ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ വീടുണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ റിസോഴ്സൊക്കെ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കുറേ റിസോഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിസോഴ്സ് കളക്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ആയിട്ട് ഇതൊരു ഐലൻഡാണ് ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തൊരു ഐലൻഡിൽ ചെറി ബ്ലോസം ഉണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ സാപ്ലിങ് ഞാൻ കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. വളരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഇവിടെ ഇത് ഡേർട്ട് ഫുള്ള് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ചെയ്യാം ഗൈസ്. ഡേർട്ട് എടുക്കണ്ടേ ഗൈസ്? ഡേർട്ട് എൻ്റെ ഇല്ല അധികം. ഞാൻ ഡേർട്ട് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അത് ഗൈസ്, അപ്പോൾ നമ്മൾ ഡേറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഡേറ്റ് കളക്ട് ചെയ്തത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ട് ഗൈസ്, അതും കൂടി എടുക്കുക. ഒരു സ്റ്റാക്കിന് മുകളിൽ കളക്ട് ചെയ്തു ഗൈസ്. ഷവലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുക ഡേറ്റ് വെച്ച്. ഇനി മുഴുവൻ ഫില്ല് ചെയ്യണം ഗൈസ്. ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഡേർട്ടിൻ്റെ ആ കുഴി അടച്ചിട്ടുണ്ട്. നമുക്ക് കുറേ ഡേർട്ട് ആവശ്യം വന്നു. 2.5 സ്റ്റാക്ക് അങ്ങോട്ട് ആവശ്യം വന്നു. ഒന്ന് അവിടെ നിന്ന് മൈൻ ചെയ്തു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. ഞാൻ അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തു ഗൈസ്. അപ്പോൾ നമുക്കിനി വീട് പണിത് വയ്ക്കണം ഗൈസ്. അപ്പോൾ ഇനി വീട് പണിതിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. നല്ല വലിയൊരു വീടായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ വീട് പണിതിട്ട് വരാം ഗൈസ്. അപ്പോൾ ബൈ. നിങ്ങളെ വീട് പണിത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മറ്റേ പഴയ വീടില്ലേ, അവിടുത്തെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വേണമെന്ന് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉട്ടീരിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി അകത്തൊക്കെ പ്ലെയിനായി എടുക്കണം. അപ്പോൾ നമുക്ക് അതൊക്കെ മറ്റേ ഫില്ല് ചെയ്യണം. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വാതിലടയ്ക്കാം. ഇവിടെ 5 ബ്ലോക്ക് 1 2 3 4 5 ഈ 5 ബ്ലോക്കും ചെസ്റ്റ് വെച്ചിട്ട് മറ്റേ സ്റ്റോറേജ് ഉണ്ടാക്കുക ഗൈസ്. പിന്നെ ഇവിടെ ആയിട്ട് ഫാർമിങ് ആക്കുക. പൊട്ടാറ്റോ ഫാം ചെയ്തിവിടെ. പിന്നെ ഇവിടെ ഷീപ്പിനൊക്കെ കൊണ്ടിടുക. പിന്നെ നമ്മൾ മോളിൽ പോകുമ്പോൾ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. മോളിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ മറ്റേ ഇതിനെ പറയാം ഈ ഒരു മരം വളർന്നുണ്ട്. അയ്യോ, പേര് ഞാൻ മറന്നു ഗൈസ്. ഇപ്പം എന്നെ പറഞ്ഞാണ്, ഓർമ്മയില്ല. അത് ഇവിടെ ഉണ്ടല്ലോ, പിങ്ക് പെറ്റൽസ്. ആ ഒരു മരം വളർന്നു ഗൈസ്. പിന്നെ മോളിക്ക് വരുമ്പോൾ ഫുഡ് ഇത് കഴിക്കട്ടെ. മോളിക്ക് വരുമ്പോൾ ഇവിടെ തന്നെ ബെഡ്റൂം, എന്നിട്ട് സൈഡിൽ പോകുമ്പോൾ ഇവിടെ ഒരു കിച്ചൺ പോലെ ഫർണേഴ്സൊക്കെ അടുക്കി വെച്ചിട്ട് അങ്ങനെ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തൊക്കെ ഗൈസ്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ കൊണ്ടുവരാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെസ്റ്റും കൂടി എടുത്തിവിടെ വയ്ക്കുക. ഈ സാധനങ്ങളൊക്കെ നിറഞ്ഞു അല്ലാണ്ട് ഗൈസ്. അടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ കയ്യിലിപ്പോൾ 4 ചെസ്റ്റുള്ളൂ. ഇനിയിപ്പോൾ അതും കൂടി കൂട്ടി ഒരു 5 ചെസ്റ്റുള്ളൂ. ഇതിൽ വുഡൊക്കെ ഉണ്ട്. നമുക്ക് പിന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഫുള്ള് സ്റ്റോറേജും കംപ്ലീറ്റ് ആക്കാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇവിടെ 4 വയ്ക്കുക ഗൈസ്. എങ്ങനെ വയ്ക്കാമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. മോളിക്ക് 3 വേണം. അപ്പോൾ ഇത് രണ്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വെച്ചാലോ. ഇതും പൊട്ടിക്കാം. അതൊരു ശബ്ദം.
ഞാൻ ഇതിൽ വീണേൻ്റെ. ഇതും പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ 2 വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ മുകളിൽ 2 അല്ല, ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഈ സൈഡിലായിട്ട് 2 ഡബിൾ ചെസ്റ്റ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മറ്റേ ഇത് വയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. അതായത് ഞാൻ കാണിച്ചു തരാം. 2 ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് 2. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ 1 കൂടി വയ്ക്കുക. അപ്പം 3 വരെയും. എന്നിട്ട് ഇവിടെ മറ്റേ ഇത് വയ്ക്കുക. എന്ത് ഐറ്റം വയ്ക്കുന്ന സാധനം അത് വയ്ക്കുക. എന്നിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഇതും തുറക്കുക മറ്റുള്ള ഇതും തുറക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വയ്ക്കുക. അതിന് ഇതൊക്കെ കുഴിച്ചിടാം ആദ്യം. പിന്നെ ഇവിടെ ഞാൻ പിന്നെ വലിയ ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ പോണ്. അപ്പോൾ ഇവിടെ ഫുള്ളൊന്ന് കുഴിച്ചിടാം. 2 3 4 5 ഇത്ര മതി. ഇത് നമുക്ക് തൽക്കാലം ഇവിടെയൊക്കെ ജസ്റ്റ് വയ്ക്കുക. ഇവിടെ വയ്ക്കുക. എന്നിട്ട് ബാക്കി അങ്ങോട്ട് വയ്ക്കുക ഗൈസ്. ചെസ്റ്റ് ഉള്ളപ്പോൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ വയ്ക്കുക ഗൈസ്. ഇനി അവിടെ ഇരിക്കുന്നതൊക്കെ ഈ ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതും കൂടി എടുത്ത് ഇവിടെ വയ്ക്കുക. ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഈ വുഡ് കോമ്പസ് കിട്ടിയില്ലായിരുന്നു ഗൈസ്. നമ്മുടെ സ്പോണ് ഇവിടെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ബെഡ് എനിക്ക് വേണം. ഡയമണ്ട് എടുത്ത് വയ്ക്കുക. പിന്നെ ഇതൊക്കെ സോർട്ട് ചെയ്ത് വെക്കണം ഗൈസ്. ഞാൻ സോർട്ട് ചെയ്ത് വെച്ചു. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ സോർട്ട് ചെയ്ത് വയ്ക്കുക. കയറുന്നില്ലല്ലോ. അല്ല, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇതും ഡെക്കറേറ്റ് ചെയ്യാൻ ഇതും വേണം. ഇത് വേണ്ട. ചെറിയ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാം. കോള് വേണ്ട. ഈ പൂ എടുക്കാം. ഇതൊന്നും വേണ്ട. ഓക്കെ, മറ്റേത് ബാക്കിയുള്ളതും കൂടി എടുത്തേക്കാം. ഒക്കെ ഇങ്ങോട്ട് എടുക്കാം. കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അത് ഇവിടെ ഇരിക്കട്ടെ. ബോറടിക്കുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു മിനിറ്റ്. ഞാൻ അത്ര സ്ലോ ആണ്. ഈ ജസ്റ്റ് പൊട്ടിക്കുക. ഇതിനുള്ള സ്ലോട്ടില്ലേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ലൈറ്റിൽ തന്നെ വയ്ക്കാം. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. പൂവൊക്കെ. പിന്നെ സ്ലാബും ചെയറൊക്കെ ഇരുന്നോട്ടെ. ചിലപ്പോൾ ആവശ്യം വരും. ലെതർ വേണ്ട. ഗ്ലാസ് ഞാൻ വെച്ചു. ഒബ്സിഡിയൻ വേണ്ട. ഇത്രയൊക്കെ സാധനങ്ങൾ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതൊക്കെ മതി. അല്ല, ബെഡ് അവിടെ അതെരീന്. എമറാൾഡ് എടുത്ത് വെച്ചില്ലേ. എമറാൾഡ് എടുത്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫാം ചെയ്യണമെങ്കിൽ ഒരു ബക്കറ്റ് വേണ്ടത്. ബക്കറ്റിന് അയൺ വേണം. അയൺ ഇപ്പം ഞാൻ ഇവിടെ പോവാ കൈസ്. അയണില്ല എൻ്റെ കയ്യിൽ. നമുക്ക് അയൺ കുളത്തിന് പോലെ കൈസ്. അയൻകുളത്തിന് കൊല്ല പോയിട്ട് അയ്യങ്കുളം എവിടെ? വില്ലേജേഴ്സൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കണല്ലോ. അയ്യങ്കുളം എവിടെ കേസ് കാണില്ലല്ലോ. അതിൻ്റെ അകത്തൊക്കെ ഞാൻ വില്ലേജേഴ്സിൻ്റെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യങ്കുളം അവിടെയാണ്. 2 കോഴി ഒരുമിച്ച് അതേ കിടക്കുന്നുണ്ട്. പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു.
ഇവിടെ വന്നിട്ട് തന്നെ ആക്കാല്. അയ്യോ കിട്ടുന്നു. അയ്യോ കിട്ടി പണി കിട്ടിയ ശുഭം. അടിപൊളി. അയ്യോ വെറുതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ദേഷ്യം മാറിയില്ല. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. വേഗം എടുക്കാം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഹായ്. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും മുകളിൽ ഫ്ലാറ്റായ സ്ഥലത്തേക്ക് പോകണം കേസ്. ഫസ്റ്റ് ഡെത്തായിൻ്റെ എടുക്കാം. അവൾ പിന്നെയും കൊല്ലും കേസ്. പിന്നെ എത്ര പ്രാവശ്യം ചത്താലും ഒരു ആർമർ പോയോ. അയങ്കുളത്തിന് ഇതൊന്നും വിഷയമല്ല. സോഡ അവിടെ എൻ്റെ ആവോ സോഡ് കാണാൻ. അതേ എടുക്കണം. അതേ ഇവിടെ സ്ലാബ് ഇതൊക്കെ ഇവിടെ ഒരു ലീഫ് എടുക്കണം. അതെൻ്റെ അല്ല. ഇനി വല്ല ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് പോയി കൊല്ലണം ഗൈസ്. അവിടെ അവൻ പിന്നെ പോയി കൊല്ലാം. പിന്നെ അതൊക്കെ ആദ്യം അടിച്ചിട്ട് ഓടാം ഗൈസ്. അത് നല്ല അടിച്ചിട്ട് ഓടിയല്ലോ. ഓടിക്കോ എന്നിട്ട് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് എന്നിട്ട് ഓക്കെ വരട്ടവൻ ഉള്ള സുഖമാണ് കൊല്ലും. അപ്പോൾ ഗൈസ് ആർക്കൊരു തെറ്റ് പറ്റും. നമുക്കിനി കാണാം അയ്യങ്കുളത്തിനെ എങ്ങനെ കൊല്ലാന്ന്. ഇങ്ങനെ കൊല്ലാം ഗൈസ്. ഇനി കാണിച്ചുതരാം. ക്രിപ്റ്റ് അടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞു. 3 ഉണ്ടായാൽ മതിയായിരുന്നു. കറക്റ്റ് 3 ഭാഗ്യം. ക്രാഫ്റ്റിംഗ് ആയിരുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് ആവും തോന്നുന്നു ഗൈസ്. ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഓക്കെ ബക്കറ്റ് ഇരിക്കട്ടെ. ഇനി അവിടെ ചെടി അല്ല പൊട്ടാറ്റോ നടാം ഗൈസ്. വെള്ളപ്പം എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഇവിടെ വെള്ളം ഉണ്ടോ? അല്ലേ കുഴപ്പമില്ല. ഇതിൽ തേനുണ്ടോ? ഒരു തേൻ അറിഞ്ഞിരിക്കും. ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വീടിൻ്റെ മുകളിൽ ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ടുണ്ട്. പുക പോണു. ഇവിടെ പുക പുക പോകുന്നുണ്ട്. വേണ്ട നമുക്ക് വെള്ളം കാണാത്ത പോലെ വയ്ക്കാം. ഇതിൻ്റെ അടിയിൽ വയ്ക്കാം. 2D ഡേറ്റ് വയ്ക്കാം. ഓക്കെ ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ തൊട്ട് ചെയ്യാലേ. 1 2 3 ശബ്ദം നല്ല രസമുണ്ടല്ലേ. നൈസ് ശബ്ദം. ഓക്കെ 4 പറ്റുള്ളൂ.
4 ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ വാട്ടർ പിടിക്കുള്ള, അങ്ങോട്ടൊന്നും പിടിക്കില്ല. ആ കുഴപ്പമില്ല, ഇത്ര മതി. നമുക്ക് പൊട്ടാറ്റോ നടാം. പൊട്ടാറ്റോ എന്തെങ്കിലും ഉണ്ട്? പൊട്ടാറ്റോ നടാം. വുഡിൽ പോയി നിൽക്കാം. ഇത് വളരുമ്പോൾ ഇത് പതിയെ ഫുള്ളാക്കിയാൽ മതി. ഫുള്ളാക്കാൻ കുറച്ചല്ലേ. ഓക്കെ, ഇത്ര ഉള്ള കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല. സീഡൊന്നും വേണ്ട, ഇത് തന്നെ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിയത്തെ ഫ്ലോറ് കഴിഞ്ഞില്ലല്ലോ. ആടിനെ പിടിച്ചിടണം. ലീഡ് കിട്ടിയത് നന്നായി. 2-3 ആടിനെ പിടിച്ചിടാം. ഇപ്പം അതേ കയറി ഞാൻ എന്തെങ്കിലും കയറാത്ത ഇങ്ങോട്ടോ. ഓക്കെ, ഒരുത്തനെ പിടിച്ചു. അവിടെ ഒരുത്തൻ. ഇങ്ങോട്ട് വാ. ഓടി കഴിഞ്ഞാൽ നമ്മുടെ അടിയത്തെ ഫ്ലോർ ഉള്ളിൽ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? എന്നും കൂടി ലീഷ് ചെയ്യാം. മറ്റൂടെ കെട്ടിയിടുന്ന കത്ത് മുമ്പ് കയറി ഇവനെന്തെങ്കിലും കെട്ടിയിട്ടുണ്ട്. കെട്ടിയിടണം, അല്ലേ ഞാൻ ലീഷ് ചെയ്താൽ ഇറങ്ങി പോണ്. ഇങ്ങോട്ട് വാ. ഇനി അൺലീഷ് ചെയ്യാം. ലീഷ് വേണ്ട. ഇതെന്താ വരാത്ത? ഓക്കെ, 2 മിനിറ്റ്. ഇനി പുറത്തേക്ക് പോകണം. അടച്ചു. അപ്പോൾ ഈ അടിയത്തെ ഫ്ലോർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി മുകളിൽ പോവാ, ബോളിൽ പോവാ. ഇവിടെ ഇത്ര തന്നെ ഉള്ളൂ കാണാൻ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ നടന്നു പോയി. ഇവിടെ ഇത് മേൽക്കൂരാണ് ഗൈസ്. ഉണ്ടാവും ക്യാമ്പ് ഫയർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പുക പോകുന്നത്. നമുക്ക് ഇനി മുകളിലത്തെ ഫ്ലോർ ഗൈസ്. പിന്നെ ഇവിടെ ഒരു കോൾ ഡ്രിങ്ക് വെച്ചാലോ. എടുത്ത് ഒരു പൈപ്പ് സിങ്കായിട്ട് അങ്ങനെ ഒരു ഭംഗി എടുത്തിട്ട് ഇത് ഇവിടെ വയ്ക്കണ ഭംഗിയുണ്ട് അടിരിക്കട്ടെ. എന്നിട്ട് ചെല്ലുമ്പോൾ ഇവിടെ ബെഡ്റൂം, ഇവിടെ കട്ടിൽ വെക്കുക. ചോപ്പ കട്ടിലാണ് നമ്മളിവിടെ വയ്ക്കുന്നത്, അതാണ് ഭംഗി കാണാൻ. അതെടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടുണ്ടാവും, അത് ഇത് സ്റ്റക്കായിട്ടാണ് ഗെയിം. അപ്പോൾ പിന്നെ നമ്മൾ ഈ 2ാമത്തെ ലെയർ ഇന്ന് ചെയ്യുന്നില്ല, കാരണം ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.